ഇവാഞ്ചലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കുക എന്നത് തന്നെയാണ്. യുവജനങ്ങളായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈശോയെ എത്രമാത്രം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാം എന്നതായിരുന്നു ഞങ്ങൾ ഈ ട്രെയിനിങ്ങിലൂടെ കണ്ടെത്തിയത്. അതിനായി ഞങ്ങൾക്ക് ഒത്തിരിയേറെ പരിശീലനങ്ങൾ ഞങ്ങളുടെ ചേട്ടന്മാർ തന്നു. ഈ പില്ലറിന്റെ പരിശീലനം ഞങ്ങൾക്ക് കിട്ടിയത് പല രീതിയിലായിരുന്നു. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ചേട്ടന്മാർ തന്നെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിലെ വോളണ്ടിയേഴ്സ് മാത്രമായി നിന്ന് ഒന്ന് പരിശീലിച്ചു. ആ വോളണ്ടിയേഴ്സിന്റെ ആ ഒരു കടമ നിർവഹിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്കും എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ ഞങ്ങളിലുണ്ടായി. ആ തോന്നലാണ് ഞങ്ങളെ ഇപ്പോൾ ഇത്രത്തോളം എത്തിച്ചതെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതിലൂടെ ഞങ്ങൾക്ക് ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഞങ്ങളുടെ സെക്കൻഡ് സാറ്റർഡേ പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ തന്നെയാണ് സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിലെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ, ഫുഡിന്റെ കാര്യങ്ങൾക്ക് മാത്രമാണ് ഞങ്ങളെ ചേട്ടന്മാർ സഹായിച്ചത്. ആ ഒരു പ്രോഗ്രാമിലൂടെയൊക്കെ ഞങ്ങൾ വളരുകയായിരുന്നു ഈശോയിലേക്ക് കൂടുതൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 1-to-1 ഇവാഞ്ചലൈസേഷൻ ആണ്. ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ രൂപതയിലെ എല്ലാ ഇടവകകളിലും, ഒട്ടുമിക്ക ഇടവകളിലും തന്നെ ഞങ്ങൾ ചെന്ന് ഔട്ട്റീച്ച് നടത്തിയിട്ടുണ്ട്. ഔട്ട്റീച്ച് നടത്തിയിട്ടില്ലാത്ത ഒരു ഇടവകയും ഉണ്ടാവില്ല.